ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഷവർമ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമയുടെ അതേ രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലൊക്കെ ഷവർമ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഓവൻ ഇല്ലാത്തവർക്കും നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കട്ടി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് കഴിയുന്നത്ര തന്നെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒട്ടും എല്ലൊന്നും ഇല്ലാതെ തന്നെ ബോൺലെസ് ആയിട്ടുള്ള പീസാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ പീസസ് എല്ലാം തന്നെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു മിനിമം 2-3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടിയിൽ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തുള്ളത്. അപ്പോൾ അത് താഴെ ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്യൂർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്യൂർ വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് തെങ്ങിൻ്റെ മടലിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കോർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് വരുന്ന വിധത്തിൽ ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കുക. വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത പീസ് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇതിൽ ഈ ഒരു സ്ക്യൂറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള കുക്കർ ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ചൂടാക്കണം. അപ്പോൾ അതിൻ്റെ താഴെ ഒരു തട്ടും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ചത്. അപ്പോൾ അത് മൂടുന്നതിന് മുമ്പായിട്ട് കുക്കർ അടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഗാസ്കറ്റും പിന്നെ അതുപോലെ തന്നെ വിസിലൊക്കെ ഊരി വെക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമയിൽ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ടേസ്റ്റുള്ള ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഷവർമയുടെ ചിക്കൻ അരിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇത് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാ പീസും നമ്മൾ ചെറുതാക്കി ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി ഇത് കുബൂസിൽ വെച്ചിട്ട് നമുക്കിത് ഷവർമ ആക്കിയിട്ട് റോൾ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുബൂസ് ഇപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുബൂസാണെങ്കിൽ അത് എടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാനിതിലിപ്പോൾ കുറച്ച് ക്യാബേജും ക്യാപ്സിക്കവും പിന്നെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറിയ ചേഞ്ചസൊക്കെ വരുത്താം. സവാള ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ചേർക്കാം, പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുബൂസിൽ കുറച്ച് മയനൈസ് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ മയനൈസിന് പകരമായിട്ട് തഹനി സോസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെറിയ വേരിയേഷൻസൊക്കെ വരുത്താം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മയനൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ആ ഫോൾഡിങ് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പിക്കും കൂടി വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഷവർമ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്